ഈ പുസ്തകത്തിൻ്റെ പേര് തന്നെ നമ്മൾക്കൊരു സന്തോഷം നൽകുന്നില്ലേ? ആരോഗ്യത്തിൻ്റെ ആഘോഷം. പിന്നെ ബഹളത്തിൽ നിന്ന് ശാന്തതയിലേക്ക് ലളിതമായ ഘട്ടങ്ങളിലൂടെ നമ്മളോട് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് മനീഷ മാഡം പറയുന്നത്. മനീഷ മാഡത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഈ പുസ്തകം നിങ്ങൾ വാങ്ങി വായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാനായിട്ട് ഈ പുസ്തകം നമ്മൾക്ക് അവസരം തരുന്നുണ്ട്. മനീഷ മാഡം പറയുന്നതായ കുറച്ച് വാക്കുകളുണ്ട്. അതായത് ഓരോ വ്യക്തിയുടെയും ശരീരശാസ്ത്ര നിർമ്മിതി വ്യത്യസ്തമാണ്. ഒരു വ്യക്തിക്ക് അനുയോജ്യമായത് മറ്റൊരാൾക്ക് യോജിച്ചതാവണമെന്നില്ല. പിന്നെ നമ്മളുടെ ജീവിതശൈലി, ആരോഗ്യ പരിപാലന കാര്യങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്ന വ്യായാമങ്ങൾ, മറ്റുള്ള പോഷക ആഹാരത്തിൻ്റെ ഉപയോഗ രീതികൾ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ മുന്നോട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള വാക്കുകളാണ് പുസ്തകം തുറക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മളെ ഏറ്റവും അധികം കബളിപ്പിക്കുക നമ്മൾ തന്നെയാണ്. നാം തന്നെ നമ്മുടെ ഉറ്റ സുഹൃത്തായി മാറിയാൽ തീർച്ചയായും ഈ പ്രപഞ്ചം നമ്മുടെ അധിവാസത്തിനുള്ള ഏറ്റവും മനോഹര ഇടമായി മാറും. അവർ പറയുന്നു, ഈ വാക്ക് എനിക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ സൗഹൃദം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നുവെച്ച് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും സംസാരിക്കാനേ പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും വേണം, പക്ഷേ അതിനേക്കാളേറെ നമുക്ക് നമ്മളോടൊരു സൗഹൃദം വേണം. അതെനിക്ക് പലപ്പോഴും എൻ്റെ ലൈഫിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എൻ്റെ ലൈഫിൽ ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ തനിച്ചിരുന്നാൽ പോലും ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കും. മനീഷ മാഡം വീണ്ടും പറയുന്നു, ഓരോ പ്രഭാതത്തിലും ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, എനിക്ക് എന്നോട് തന്നെയുള്ള സമർപ്പണം തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരവും വ്യവസ്ഥകളില്ലാത്തതും എന്ന്. തുടക്കത്തിലുള്ള വാക്കുകൾ തന്നെ എത്ര മനോഹരമാണ് അല്ലേ? നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് സമൂഹത്തിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾക്ക് നമ്മളോട് തന്നെ സ്നേഹം ഉണ്ട് എങ്കിൽ. നമ്മളോട് സ്നേഹം ഇല്ലാത്തവരാണ് സമൂഹവിരുദ്ധരും ഒക്കെയായി മാറുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ തുടക്കം മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു പേജും മറിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും പിന്നെ ആരോഗ്യത്തിൽ ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഓരോ കാര്യങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. എല്ലാം ഒറ്റത്തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു മടുപ്പാവും. അപ്പോൾ വീണ്ടും നമ്മൾക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.